RRB ഗ്രൂപ്പ് ഡിയുടെ സാലറി എത്രയാണ്? RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ട് വല്ല പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഒറ്റ സെഷനിൽ പരിശോധിക്കുകയാണ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. അതായത് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ, ഈ 2024 ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അതായത് 2024 ഡിസംബർ അവസാനത്തോടു കൂടി RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം വരും. ഒരു ലെവൽ 1 പോസ്റ്റാണ്. റെയിൽവേയുടെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അമൽ സാറിന്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 32,000-ത്തിലധികം വേക്കൻസികൾ വരാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ്. ഈ 32,000 കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കറിയാം ALPയുടെ എക്സാം ആണെങ്കിലും ടെക്നീഷ്യന്റെ എക്സാം ആണെങ്കിലും ഒക്കെ അവിടെ വേക്കൻസി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാധ്യതയുണ്ട് മുന്നോട്ട് പോകുമ്പോൾ, നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എക്സാം ഒക്കെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി വേക്കൻസി കുറവോ കൂടുതലോ ഉള്ള ഒന്നും നിങ്ങൾ കണക്കാക്കേണ്ട. നമുക്ക് ജോലിയിൽ കയറാൻ ഒരു വേക്കൻസി മതി. ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കയറാനായിട്ട് ഒരു വേക്കൻസി മതി. ഇനി അങ്ങനെ പഠിക്കണം. ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സാലറി വല്ലതും കിട്ടുമോ? ഗ്രൂപ്പ് ലെവൽ 1 പോസ്റ്റ് അല്ലേ, സാലറി വല്ലതും കിട്ടുമോ? അല്ലെ SSLC ITI ഒക്കെ പഠിച്ചവർക്കുള്ള പോസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വെയിറ്റ്, ഇവിടെ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് RRB ഗ്രൂപ്പ് ഡിയുടെ സാലറി? നോക്കിയടാ, RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒരു ലെവൽ 1 പോസ്റ്റ് ആണ്. അപ്പൊ ലെവൽ 2 ലെവൽ 3 ഒക്കെ വരുന്നത് NDPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് +2 ലെവൽ പോസ്റ്റ് ആണ്. ദെൻ ലെവൽ 4 ലെവൽ 5 ലെവൽ 6 ഒക്കെ ഗ്രാജുവേറ്റ് NDPC പോസ്റ്റ് ആണ്. ഇവിടെ ഗ്രൂപ്പ് ഡി വരുന്നത് ലെവൽ 1 പോസ്റ്റ് ആണ്. ലെവൽ 1 പോസ്റ്റ് ആണ്. ഈ ലെവൽ 1 പോസ്റ്റിലേക്ക് അതിന്റെ പേ സ്കെയിൽ ആയിട്ട് പറയുന്നത് 5,200 മുതൽ 20,200 വരെയാണ്. ഇത് പേ സ്കെയിലാണ്. പേ സ്കെയിൽ അവിടെ നിൽക്കട്ടെ, നമുക്ക് പേ സ്കെയിലിലേക്ക് വരാം. പേ സ്കെയിൽ എന്ന് പറയുന്നത് 5,200 മുതൽ 20,200 വരെയാണ്. ഇനി ഗ്രേഡ് പേ എന്ന് പറയുന്നത് 1,800 ആണ്. അത് രണ്ടും അവിടെ നിൽക്കട്ടെ, നമുക്ക് അവിടെ പിന്നീട് നോക്കാം. ഇനി നോക്കിയാൽ ഇതിന്റെ ബേസിക് പേ, അതായത് പേ സ്കെയിൽ 5,200 20,200 ആണെങ്കിലും ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഓക്കെ, ബേസിക് പേ, അതായത് ബേസിക് എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് 18,000 രൂപ. അതും അവിടെ നിൽക്കട്ടെ, 18,000 രൂപ ബേസിക് പേ ആണ്. ഇനി ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു അലവൻസ് കിട്ടും. ഹൗസ് റെന്റ് അലവൻസ്, ഈ ഹൗസ് റെന്റ് അലവൻസ് ഓരോ സിറ്റീസിനെയൊക്കെ അനുസരിച്ചിരിക്കും. മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, മെട്രോപൊളിറ്റൻ സിറ്റി, അങ്ങനെയൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്ത് വരിക, ഈ പേ സ്കെയിൽ മാറുന്നത്. അതായത് HRA മാറുന്നത്, ഹൗസ് റെന്റ് അലവൻസ് മാറുന്നത്. ഇത് നമ്മൾ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പ് ഡിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒതന്റിസിറ്റി ഉണ്ട്. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത് എക്സ് കാറ്റഗറി വരുന്ന സിറ്റീസ് ആണെങ്കിൽ നമ്മുടെ ബേസിക് പേയുടെ ഒരു 24% എന്താണ് HRA വരും. ഒരു 4,320 രൂപയൊക്കെ HRA ആയിട്ട് കിട്ടാം. ദെൻ വൈ സിറ്റീസ് ആണെങ്കിൽ 16%, 2,880 രൂപ വരെ കിട്ടാം. ദെൻ എക്സ് സിറ്റി ആണെങ്കിൽ 8%, 1,400. ഇസഡ് സിറ്റി ആണെങ്കിൽ 1,440 രൂപ. ഓക്കെ, അപ്പൊ ഇതാണ് HRA. അപ്പൊ നമുക്കൊരു ബാൻഡ് എടുക്കാം. ഒരു 4,320 രൂപ HRA ആയിട്ട് കിട്ടിയാൽ നോക്കിയാൽ DA എത്ര ശതമാനമാണ്? ഒരു 54% DA വരെ കിട്ടാം അല്ലെ. ഒരു 4% ഒരു ഇൻക്രീസ് ഒക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ നമുക്ക് DA ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളത് 54%. നമുക്കറിയാം 50% DA ഉണ്ട്. ഈ അടുത്തൊരു 4% കൂടി ഇൻക്രീസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 54% DA വരുന്നുണ്ട്. അതായത് 9,720 രൂപ. എത്രയാ? 9,720 രൂപ. എത്രയുടെ? 18,000ന്റെ 54% എന്തായിട്ട് വരും? DA ആയിട്ട് കിട്ടും. ഡിയർനെസ് അലവൻസ് ആയിട്ട് കിട്ടും. അപ്പൊ 9,720 രൂപ DA ഉണ്ട്. ഇനി നോക്കിക്കടാ, ട്രാവൽ അലവൻസ്. അത് ഡിപ്പെൻഡിങ് ഓൺ ലൊക്കേഷൻ, നമ്മൾ എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് ആ ലൊക്കേഷൻ അനുസരിച്ച് ട്രാവലിംഗ് അലവൻസ് കിട്ടാം. അത് അവിടെ നിൽക്കട്ടെ, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഈ പറയുന്ന ബേസിക് പേയും ഈ കിടക്കുന്ന എക്സിറ്റി വൈസിറ്റി അങ്ങനെ വരുന്ന ആ ഒരു പേയും ദെൻ 9,720 എന്ന് പറയുന്ന ഡിയർനെസ് അലവൻസും കൂടെ കൂട്ടിയാൽ ഒരു എക്സിറ്റിയിൽ വരുന്ന ആൾക്ക് 32,040 രൂപ സാലറി കിട്ടാം. ഞാൻ ഈ പറയുന്നത് മറ്റ് അലവൻസുകൾ കൂട്ടാതെയാണ്. മറ്റ് അലവൻസുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ അലവൻസ് ഒന്നും കൂട്ടാതെയുള്ള ഡിയർനെസ് അലവൻസ് മാത്രം കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. HRA ഡിയർനെസ് അലവൻസ് മാത്രം 32,040 രൂപ. ദെൻ വൈ സിറ്റി ആണെങ്കിൽ 30,600 രൂപ. ദെൻ ഇസഡ് സിറ്റി ആണെങ്കിൽ 29,160 രൂപ വരെ എന്ത് കിട്ടാം? നമുക്ക് സാലറി കിട്ടാം. അതായത് HRAയും ഡിയർനെസ് അലവൻസും മാത്രം കൂട്ടിയാൽ തന്നെ 30,000 അല്ലെ, 30,000-നടുത്ത് ഒരു 29,000 തൊട്ട്
33,000 രൂപ വരെ, അതിനിടയ്ക്ക് ഇത് മാത്രം നോക്കിയാൽ നമുക്ക് സാലറി ആയിട്ട് ഗ്രൂപ്പ് ഡിയിൽ നിന്ന് കിട്ടും. ഇനിയും ഇത് മാത്രമാണോ, നമുക്ക് വേറെ എന്തൊക്കെ അലവൻസ് കിട്ടാം നോക്കിയടാം. ഡിയർനെസ് അലവൻസ് നമ്മൾ പറഞ്ഞു, ദെൻ ഹൗസ് റെന്റ് അലവൻസ് കിട്ടാം സിറ്റീസിന് അനുസരിച്ച്, ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് നമ്മുടെ ലൊക്കേഷനൊക്കെ അനുസരിച്ച് ട്രാൻസ്പോർട്ട് അലവൻസ് വരാം. അലവൻസ് ഫോർ നൈറ്റ് ഡ്യൂട്ടി, നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് സെപ്പറേറ്റ് അലവൻസ് കിട്ടും, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കിട്ടും. ദെൻ ഓവർ ടൈം അലവൻസ്, നമ്മൾ സമയപരിധി നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഓവർ ടൈം ആയിട്ട് ജോലി ചെയ്താൽ അവിടെ ഓവർ ടൈം അലവൻസ് കിട്ടാം. ദെൻ ട്രാവൽ അലവൻസ് ഉണ്ട്, അത് ഡിസ്റ്റൻസ് നമ്മൾ എത്രയാണ് കവർ കിട്ടുന്നത്, അതായത് 8 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രാവലിംഗ് അലവൻസ് കിട്ടാം. ദെൻ കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഹോളിഡേ, എന്തെങ്കിലും ഹോളിഡേ ഒക്കെ വരുമ്പോൾ അതിന്റെ കോമ്പൻസേഷൻസ് കിട്ടാം. ദെൻ ഫിക്സ്ഡ് കൺവീനിയൻസ് അലവൻസ് നമുക്ക് കിട്ടാം. ദെൻ കൺവീനിയൻസ് അലവൻസ് റെയിൽവേ ഡോക്ടേഴ്സിന് അവിടെ അങ്ങനെ കിട്ടാം. ദെൻ സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസുകൾ കിട്ടാം, അതായത് ട്രൈബൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് കിട്ടും. ദെൻ സ്പെഷ്യൽ അലവൻസ് ടു റെയിൽവേ സ്കൂൾ ടീച്ചേഴ്സ്, റെയിൽവേ സ്കൂൾ ടീച്ചേഴ്സിന് സ്പെഷ്യൽ അലവൻസ് ഉണ്ട്. ദെൻ സ്പെഷ്യൽ അലവൻസ് ഫോർ എംപ്ലോയീസ് ചൈൽഡ് കെയർ, അല്ലെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള പണം കിട്ടാം. ദെൻ അലവൻസ് ഫോർ വിമൻ വിത്ത് ഡിസബിലിറ്റി, ഡിസബിലിറ്റി ഉള്ള വിമൻസിന് സെപ്പറേറ്റ് അലവൻസ് കിട്ടാം. മെഡിക്കൽ ബെനിഫിറ്റുകൾ കിട്ടാം. പെൻഷൻ സ്കീം ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് എന്താണ് നല്ലൊരു പാക്കേജ്, അതായത് ഇതൊന്നും കൂട്ടാതെ തന്നെ 30,000 അറൗണ്ട് 30,000 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും, സാലറി ആയിട്ട് കിട്ടും. അപ്പൊ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ഒരു 29,000-നും 33,000-നും ഇടയിൽ എന്തായാലും എന്താണ് ഗ്രൂപ്പ് ഡിക്ക് സാലറി ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നല്ല സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചാൽ വെറുതെ ആകോടാ, വെറുതെ ആവില്ല, വേക്കൻസിയും ഉണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഈ ജോലി അടിച്ചെടുക്കാൻ പറ്റും. ഇനി എന്നത്തേക്കാണ് ഈ എക്സാം വരാൻ ചാൻസ് ഉള്ളത്, നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസംബറിലാണ് വരുന്നതെങ്കിൽ നമുക്കൊരു മെയ് ജൂൺ മാസങ്ങളിൽ, എന്താണ് മെയ് ജൂൺ മാസങ്ങളിൽ എന്ത് പ്രതീക്ഷിക്കാം, മെയ് ജൂൺ മാസങ്ങളിലേക്കൊക്കെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം പ്രതീക്ഷിക്കാം. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്നത്തേക്ക് പ്രതീക്ഷിക്കാം, മെയ് ജൂൺ മാസങ്ങളിലേക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഏതൊക്കെ എക്സാം നടക്കാനുണ്ട്, RRB NTPCയുടെ ഗ്രൂപ്പ് ഡി എക്സാം നടക്കാനുണ്ട്, RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടക്കാനുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാനുണ്ട്. അതിനോടനുബന്ധിച്ചായിരിക്കും ഒരു മെയ് ജൂൺ മാസങ്ങളിലേക്കൊക്കെ നമുക്ക് ഏകദേശം RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്ത് ചെയ്യാം മക്കളെ പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയമുണ്ട്, ആ സമയം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. ഇനി ഇതിന്റെ സിലബസ് എന്തെങ്കിലും കട്ടിയുള്ള സാധനം വല്ലതാണോ, അല്ലടാ മക്കളെ, അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് 10th പ്രിലിമിനറി ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾ നിങ്ങൾ PSCക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയുടെ കണ്ടാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ഇത് അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത, പഠിച്ചാൽ എന്താണ് ഗുണമെന്നുള്ള കാര്യം. അതായത് നമുക്കറിയാം ജനറൽ അവയർനെസ് ചോദിക്കും അല്ലേ, അതായത് ജനറൽ നോളജ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് വരാം, ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ വരാം. ദെൻ നമ്മുടെ മാത്തമാറ്റിക്സ് കയറി വരാം. ദെൻ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചോദിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം. എങ്ങനെ പഠിക്കാൻ പറ്റും മക്കളെ, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഭാഗമായിട്ട് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് RRB ഗ്രൂപ്പ് ഡി ബാച്ച് 1 ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, അതായത് നമ്മൾ റണ്ണിങ്ങിലാണ്. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഒരു അടിപൊളി കോഴ്സ് RRB ഗ്രൂപ്പ് ഡി ബാച്ച് 1 ജനുവരി മാസം, നമ്മുടെ ജനുവരി മാസം 1-ാം തീയതി ആരംഭിക്കുകയാണ് കേട്ടോ. ജനുവരി മാസം 1-ാം തീയതി എന്ത് ചെയ്യാണ് ആരംഭിക്കുകയാണ് 2025. അപ്പോൾ ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 82 81 22 33 66 ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ എന്താണ് കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ, അതിന്റെ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഒരു അടിപൊളി ചാൻസ് ആണിത്. അതായത് നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. ആത്മാർത്ഥമായി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. 200-ലധികം ഹവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെക്ഷനുകൾ നിങ്ങൾക്ക് കിട്ടും. ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അതേപോലെ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകൾ കിട്ടും. ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ കിട്ടും. അതായത് വീക്കെൻഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല, പഠിക്കുന്നത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റണം. അതിനുവേണ്ടി ഇവിടുത്തെ അധ്യാപകർ നിങ്ങളോടൊപ്പം പ്രാക്ടീസ് സെഷനുകളുമായിട്ട് എത്തും. ദെൻ മോക്ക് ടെസ്റ്റുകൾ, PYQകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ദെൻ
PDF സ്റ്റഡി മെറ്റീരിയലുകൾ കിട്ടും, മെന്റർ സപ്പോർട്ട്, കൃത്യമായിട്ടൊരു മെന്റർ സപ്പോർട്ട് എല്ലാ ആഴ്ചയിലും നിങ്ങളെ വിളിച്ച് നിങ്ങൾ എവിടെയെങ്കിലും വീണു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള മെന്റർ സപ്പോർട്ടുമായിട്ട് ഞങ്ങളുണ്ടാവും. അമൽ സാറിന് നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ സെഷനുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഡെയിലി കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ഫുൾ പാക്കേജ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കോഴ്സ് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ജനുവരി മാസം 1-ാം തീയതി 2025 ആരംഭിക്കുകയാണ്. 2025 നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വർഷമായിട്ട് തീരാൻ സൂപ്പർ നോട്ട്സിനോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ ആണ്, നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ വിവരങ്ങൾ എന്താണെങ്കിലും അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. താങ്ക് യു.